എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. പല ആളുകളുടെയും ഏറ്റവും വലിയൊരു മാനസിക പ്രശ്നം തന്നെ ജനങ്ങളിൽ കാമാശക്തി ഇല്ല എന്നുള്ളത്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആർക്കും ഒരു വശ്യശക്തി അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ കാമാശക്തി അല്ലെങ്കിൽ കാമത്തെ ഇപ്പോൾ നല്ല പുരുഷന്മാരെ ആകർഷിക്കാനും സ്ത്രീകൾക്ക് പുരുഷന്മാരെ ആകർഷിക്കാൻ പുരുഷന്മാർക്ക് സ്ത്രീകളെ ആകർഷിക്കാനുള്ള ഏറ്റവും നല്ല ഒരു കാമവശ്യ മന്ത്രമാണ് ഈ പറയുന്നത്. ഈ കാമവശ്യം എന്നുള്ളത് പലതരത്തിലും ഇത് കൊണ്ട് ഗുണമുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ മറ്റൊരാൾ നമ്മളിലേക്ക് വന്നില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാമാശക്തികളും വർദ്ധിക്കാനും അതുപോലെ ജീവിതത്തിൻ്റെ ആനന്ദം സന്തോഷം എല്ലാ തരത്തിലും അനുഭവിക്കാനും ചില വിചാരം എന്ന് മാത്രമല്ല എല്ലാ മേഖലകളിലെ സന്തോഷം സുഖം സൗഭാഗ്യം അനുഭവിക്കാനും എല്ലാ ജനങ്ങളുടെ ഇടയിലും നമുക്ക് നല്ല പേരും പെരുമ ഉണ്ടാവാനും ദാമ്പത്യ ജീവിതത്തിൽ അങ്ങേയറ്റം കാമാശക്തി ഉണ്ടാവാനും മറ്റുള്ള ഒരാൾ കാണുന്ന സമയത്ത് നമുക്ക് വളരെയധികം മോഹിക്കാനും. ഇപ്പോൾ സ്ത്രീകളെ കാണുമ്പോൾ മോഹിക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ഒരു പ്ലസ് പോയിന്റാണ്. അതുപോലെ തന്നെ ഒരാണിനെ മറ്റൊരാൾ കാണുമ്പോൾ മോഹിക്കുക എന്ന് പറയുന്നത് അതൊരു പ്ലസ് പോയിന്റാണ്. പക്ഷെ അതുപോലെയുള്ള എല്ലാ ആകർഷണ വശ്യശക്തിയും ഉണ്ടാവുന്ന ഏറ്റവും നല്ലൊരു മന്ത്രമാണ് കാമേശി മന്ത്രം. ഈ കാമേശി മന്ത്രം ജപിക്കുന്ന വിധാനം അതുപോലെ തന്നെ ഈ ജപിക്കേണ്ട രീതി പോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സ്ഥലത്തും ഒന്നാം സ്ഥാനത്തിൽ എത്താൻ പറ്റും. ഏതൊരാളുടെ മുന്നിലും നമുക്ക് ക്യാച്ചിങ് പവർ, വശ്യശക്തി, കാമവശ്യം അങ്ങനെ എല്ലാ തരത്തിലുള്ള ആ ഒരു ആകർഷണം നമ്മളിലുണ്ടാവും. ബിസിനസ് മേഖല ആയിക്കോട്ടെ, ഈ ഒരു വശ്യശക്തി കൊണ്ട് തന്നെ നമുക്കുള്ള ഏറ്റവും നല്ല ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ മേഖലകളിലും നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തൊഴിലായിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിലൊക്കെ നമുക്ക് നല്ല പ്രശസ്തിയും പേരും സമ്പാദ്യം നമ്മളിലേക്ക് വരുത്താനും വരാനും ഒക്കെയുള്ള വശ്യശക്തിയാണ് ഇതിലുണ്ടാവുക. ഈ കാമേശി മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് തന്നെ ശുദ്ധമായിട്ടിരിക്കുക. ഇരിക്കുന്ന സമയത്ത് നമ്മളെ അടിയിൽ നല്ല പലകയോ അല്ലെങ്കിൽ കമ്പിളിയോ പുതപ്പോ എന്തെങ്കിലും വെച്ചിട്ട് വേണം ഇരിക്കാൻ. ജപിക്കുന്നതിനൊക്കെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നിലത്തിരുന്ന് ജപിക്കരുത്. പുൽപ്പായലോ അല്ലെങ്കിലൊക്കെ വേണം ജപിക്കാൻ. ഞാൻ മുന്നേ പറയാറുള്ള വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടില്ല. പക്ഷെ പല ആൾക്കാരും എന്നോട് വിളിച്ച് ചോദിക്കുകയാണ് ഇത് എന്തും ഇരുന്നിട്ടാണ് ജപിക്കേണ്ടത്, എങ്ങനെ ഇരുന്നിട്ടാണ് ജപിക്കേണ്ടത്. ചിലർ നിലത്തിരുന്നിട്ട് ജപിക്കും. പക്ഷെ നിലത്തിരുന്ന് ജപിച്ചു കഴിഞ്ഞതിന് പവർ കുറവാണ്. ഏത് മന്ത്രം ജപിക്കുമ്പോഴും ഒന്നെങ്കിൽ പുൽപ്പായ ഇല്ലെങ്കിൽ പലക ഇല്ലെങ്കിൽ എന്തെങ്കിലും കമ്പിളി ഇതൊക്കെ പറയുന്ന കമ്പിളി പോലത്തെ ഇരുന്നിട്ട് വേണം ചെയ്യാൻ. അപ്പോഴാണ് നമുക്ക് ഇതിന് വേണ്ട പവർ കിട്ടുള്ളൂ. നമ്മളിലേക്ക് ഈ മന്ത്രസിദ്ധി നമ്മളിലേക്ക് കിട്ടാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ നല്ലതുപോലെ പ്രാർത്ഥിക്കേണ്ടത് ആരെയാണ്? ഈ കാമേശി മന്ത്രം ഋഷീശ്വരന്മാരെ നല്ലതുപോലെ സ്മരിക്കുക. ഈ സ്മരിക്കുന്ന മന്ത്രം തന്നെ മാതംഗ ഋഷി അനുഷ്ടുപ് ഛന്ദ കാമേശി ദേവത. മാതംഗ ഋഷി അനുഷ്ടുപ് ഛന്ദ കാമേശി ദേവത. ഇതാ നമ്മളെ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന മറ്റൊരാൾക്ക് തോന്നുന്ന ഒരു ആകർഷണത്തിൻ്റെയും ആ ഒരു മാതംഗം ആ ഒരു പവർ ഉണ്ടല്ലോ, ഒരു കാമവശ്യം നമ്മളിൽ ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഋഷീശ്വരനെ നല്ലപോലെ പ്രാർത്ഥിക്കുക. ഈ ഋഷീശ്വരൻ ഇത് കണ്ടെത്തിയിട്ടുള്ള തന്നെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വശ്യം. ഈ വശ്യത്തിനാണ് മാതംഗം എന്ന കാമദേവ വശ്യം എന്നൊക്കെ പറയുന്ന ആ ഒരു എല്ലാ തരത്തിലും കാമവശ്യം വേണം. അതുകൊണ്ടാണ് ഈ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പലവരിലുണ്ടാകുന്ന കുടുംബ ജീവിത പരാജയങ്ങളെ നികത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഋഷീശ്വരന്മാരൊക്കെ ഇങ്ങനൊരു മന്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. കാരണം എല്ലാവർക്കും എല്ലാതും തികഞ്ഞവരല്ല. നമ്മുടെ പോരായ്മകൾ നമുക്ക് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രം. അപ്പോൾ കാമവശ്യം ഉണ്ടായാൽ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് വിജയിച്ച് കരകയറാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ഋഷീശ്വരനെ സ്മരിക്കേണ്ടത് മാതംഗ ഋഷി അനുഷ്ടുപ് ഛന്ദ കാമേശി ദേവത. അത് ജപിച്ചതിന് ശേഷം അത് ഇങ്ങനെയാണ് ജപിക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ ശിരസിലും നെറ്റിയിലും ഇവിടെ തൊട്ടിട്ടാണ് സാധാരണ ജപിക്കാറ്. ഗൃഹസ്ഥന്മാരായിട്ട് അതിന് ഛന്ദസ് തൊടുന്നാണ് പറയുക. സാധാരണ ഗൃഹസ്ഥന്മാരായിട്ടുള്ള ആളുകളൊക്കെ കൈകൂപ്പി പിടിച്ചുകൊണ്ട് മാതംഗ ഋഷി അനുഷ്ടുപ് ഛന്ദ കാമേശി ദേവത എന്ന് നന്നായി പ്രാർത്ഥിച്ചാൽ മതി. ഈ ഒരു അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കാമേശി മന്ത്രം ജപിക്കുന്നത്. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാലും ഇത് തന്നെ വീണ്ടും നമ്മൾ ജപിക്കണം. ഛന്ദസ് മന്ത്രം നമ്മൾ വീണ്ടും ജപിക്കണം. അപ്പോൾ കാമേശി മന്ത്രമാണ് പറയുന്നത്. ഓം ഹ്രീം
ക്ലീം ഐം ബ്ലൂം ശ്രീം. ഇതാണ് മന്ത്രം. ഓം ഹ്രീം ക്ലീം ഐം ബ്ലൂം ശ്രീം. അപ്പോൾ ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കേണ്ടത് എത്രയെന്ന് വെച്ചാൽ 336 അല്ലെങ്കിൽ 1000 ജപിക്കണം. ഇത് ജപിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈ 2 പുരികത്തിൻ്റെ നടുക്കിൽ നമ്മൾ പ്രകാശഗോളമായിട്ട് വേണം കാണാൻ. ഈ പ്രകാശഗോളമായി കാണുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പോസിറ്റീവ് എനർജിയും സർവ്വപ്രകൃതിയിലെയും ചൈതന്യങ്ങൾ നമ്മളിലേക്ക് വശ്യമാവും. ഈ വശ്യമായി കഴിഞ്ഞ് നമ്മളെ കാണുന്ന സമയത്ത് തന്നെ വളരെയധികം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആൾക്കാരുടെ ഇടയിൽ ഒരു മുഷിഞ്ഞ ആർക്കും വേണ്ടാത്തൊരാളായിക്കോട്ടെ ഏതൊരാൾക്കും നല്ല വേണ്ടപ്പെട്ട ഒരാളായി മാറാൻ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. അങ്ങേറ്റം പവർ വെച്ചാൽ ഈ വശ്യത്തിന്റെ പവർഫുള്ളിൽ ഏറ്റവും നല്ല മന്ത്രങ്ങളിൽ ഒന്നാണിത്. അപ്പൊ ഇത് 336 പ്രാവശ്യം ജപിക്കുക, ഇല്ലെങ്കിൽ 1000 തവണ ജപിക്കുക. ഈ ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് വേണം, ഇതിന്റെ ഋഷി ഛന്ദസ് തന്നെ വീണ്ടും ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ നമ എന്നുള്ളത് 108 തവണ വീതം വീണ്ടും ജപിക്കണം. ഇത് ജപിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി ആ ഒരു ജപ സർക്കിൾ പൂർണ്ണമായി നമുക്ക് പരിപൂർണമായിട്ട് ഫലം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ജപിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തിൻ്റെ പോരായികയാണുള്ളത് നിങ്ങളുടെ മനസ്സിന് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് വിചാരിച്ചുകൊണ്ട് വേണം പറയാൻ. ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരാളാണ് ഞാൻ, അതൊന്ന് മാറ്റി തരണം ഭഗവാനെ, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാവണേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ സർവ്വജനങ്ങൾക്കും എന്നെ ആകർഷണമാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ജപിക്കാൻ. ഇത് ജപിച്ചാൽ അങ്ങേറ്റ ഫലമാണ്. ഇതുപോലുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ജപിക്കുക, മറ്റുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റിസൾട്ട് 100ൽ 100 കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.